ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാളൂസ് കിച്ചൺ. മാളൂസ് കിച്ചൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കർക്കിടക മാസത്തിൽ ഒരു ഹെൽത്തി ഫുഡാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി ഇഡലിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഇഡ്ഡലി മാവ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ഉഴുന്നെന്നുള്ള രീതിയിൽ ഞാനൊരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ട്. അതേപോലെ കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരുമിച്ചാണ് വെള്ളത്തിലിട്ടത്. അതുകൂടാതെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോറാണ്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ഇഡ്ഡലി മാവിനൊക്കെ അരച്ചെടുക്കുന്ന രീതിയിൽ നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കാം. ഇത് ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അരി കുതിർത്തിയപ്പോൾ എടുത്ത വെള്ളം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അരി നല്ലപോലെ കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ടിരുന്നത്. അപ്പോൾ ഈ വെള്ളം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫെർമെൻ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം മൊത്തത്തിൽ. ഇതിപ്പോൾ ഫസ്റ്റത്തെ ബാച്ച് അരഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഇത് ഫുള്ളായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ ഫുള്ള് അരച്ചെടുത്തിട്ടുണ്ട് ഇഡ്ഡലി മാവിൻ്റെ പാകത്തിന്. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുവാണ് കേട്ടോ. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ചൂടാൻ നേരത്തെ ചേർത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ തന്നെ ചേർക്കുവാണ്. ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതിന് നല്ലപോലെ നമുക്ക് ഇളക്കിയിട്ട് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഒരു 5 മണിക്കൂറൊക്കെ മതി കേട്ടോ ഇത് ഫെർമെൻ്റായി വരാനായിട്ട്. ഹെൽത്തി ഇഡ്ഡലി റെഡിയാക്കുന്നതിനായിട്ട് ഫസ്റ്റ് നമുക്ക് മുളപ്പിച്ച ചെറുപയറും അതേപോലെ ക്യാരറ്റും സവാളയും ഇഞ്ചി പച്ചമുളകും ഒക്കെ ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് എണ്ണ മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു പച്ചമുളകും കൂടി ചേർക്കുവാണ്. നമുക്കിതിലേക്ക് വേണ്ടത് 1/4 കപ്പ് സവാള അരിഞ്ഞതാണ്. ഇതേപോലെ ചെറുതായിട്ട് കൂടാതെ ഒരു 1/4 കപ്പ് ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തും കൂടി ചേർക്കുവാണ്. ക്യാരറ്റിന്റെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതലൊക്കെ ചേർക്കാൻ കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇത് അധികം സമയം വേവിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. കാരണം നമ്മൾ ഇഡ്ഡലി മാവിന്റെ ഒപ്പം മിക്സ് ചെയ്ത് നമുക്ക് പുഴുങ്ങിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇത് മതി. ജസ്റ്റ് ഒന്ന് അടിക്കിട്ടിയാൽ മാത്രം. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുളപ്പിച്ച ചെറുപയറാണ്. മുളപ്പിച്ച ചെറുപയർ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ വേവിക്കുന്ന സമയത്ത് വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയരുത്, അത് വറ്റിച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ വെന്തതായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി. മുളപ്പിച്ച ചെറുപയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ പ്രോട്ടീനാണ്. അതിപ്പം നമ്മൾ അല്ലാതെ ആയാലും കഴിക്കുന്നതാണ്. ഇപ്പം പുഴുങ്ങാതെ ആണെങ്കിലും വെറുതെ ആണെങ്കിലും കഴിക്കാൻ നല്ലതാണ്. അപ്പം ഇത് മതി കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമ്മൾ ഇഡ്ഡലി മാവ് ഇന്നലെ അരച്ച് വെച്ചായിരുന്നു. ഇപ്പോൾ ഇത് പുളിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം അരച്ച് വെക്കാം, അല്ലെങ്കിൽ 5 മണിക്കൂറൊക്കെ മതി കേട്ടോ ഇത് പുളിച്ച് വരാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച് നമ്മുടെ മിക്സിലെ ചെറുപയറിൻ്റെ മിക്സ് അപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം നമുക്ക്. പിന്നെ ഞാൻ ചെറുപയർ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തായിരുന്നു കേട്ടോ ആവശ്യത്തിന്. മാവിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം കേട്ടോ. ഇനി നമുക്കിത് ഇഡ്ഡലിത്തട്ടിൽ വെച്ചിട്ട് ഇത് പുഴുങ്ങിയെടുക്കും. ഞാൻ ഇഡ്ഡലിത്തട്ടൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് നല്ലെണ്ണയാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് ബാച്ച് ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. അപ്പം ഞാനിവിടെ ചെറുപയർ ഇതൊക്കെ ഉടച്ചാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ
കേട്ടോ, അങ്ങനെ ചെയ്യുന്ന താല്പര്യമുള്ളവർക്ക്. ഇനി നല്ലപോലെ തണുത്ത ശേഷം നമുക്കിത് ഓരോന്ന് വെടിയിച്ചെടുക്കാം കേട്ടോ. പിന്നെ റെഡിയാക്കി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് ബിൽറ്റ സൈനിങ് ഓഫ്. ബൈ.